മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ബട്ട് ആയിട്ടില്ല. ഇൻറ്റേർണൽ 5 മൂവ്സ് വേണം, എല്ലാവർക്കും അറിയാമല്ലോ. ഇൻറ്റേർണൽ എത്ര 5 മൂവ്സ് വേണം. സോ ഇവിടെ നമുക്ക് 1 2 3, ഇനി 4 ബൗൺസ് ആൻഡ് ദെൻ 5th താഴേക്ക് വരണം. സോ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ട്രൈ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, 5 താഴെ 3 പ്രാവശ്യം സപ്പോർട്ട് വേണം. ഇവിടെ 1 2 3 ഇവിടെ ടച്ച് ആയിട്ടില്ല, ഇത് കണ്ടോ. അതിന് മുന്നേ തന്നെ ഇവർ എന്ത് ചെയ്ത് ഇവിടുന്ന് പൊക്കി. സോ അത് മേ ബി ട്രാപ്പ് ആവാം, കൊണ്ടുപോകാം. ബട്ട് അത് ആ ഒരു ബൗൺസ് വരാം, ബട്ട് അതൊരു പ്രോപ്പർ ആവില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിഫ്റ്റിയുടെ ഫർദർ ലെവൽസ്. ആൻഡ് ഇനി ഇൻറ്റേർണൽ ലെവൽസ്, ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇൻറ്റേർണൽ ലെവൽസ് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ഇത് റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്. ഇനി ഇൻറ്റേർണൽ, സോ ഈ നമ്മളിപ്പോൾ ഇനി നോക്കാനുള്ളത് ഈ ഒരു ലെഗാണ്. ഓക്കെ, സോ ഇതിൻ്റെ താഴത്തെ ലെവൽസ് ഇൻ കേസ് പോകാൻ ചാൻസസ് ഉണ്ട് മാർക്കറ്റ് താഴേക്ക്, അങ്ങനെ ഒന്നുമില്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ലെവൽസ് ഇത് ഇങ്ങനെ നോക്കുക. ഇൻറ്റേർണൽ ദാറ്റ് മീൻസ് ഇത് ഇനി നെക്സ്റ്റ് കഴിഞ്ഞിട്ടുള്ള ലെവൽ. സോ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ആ ലെവലിലേക്ക് 780, 730 ആൻഡ് 650 വരെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. സോ താഴെ സപ്പോർട്ട് സിസ്റ്റം പോലെ ഉണ്ട്. അതാണ് പ്രൈസ് സ്ലോലിയാണ് താഴേക്ക് വരുന്നത്, മനസ്സിലായ. സ്കാൽപ്പിംഗ് മാത്രമേ ഡൗൺ സൈഡ് ചെയ്യാവുള്ളൂ, ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം പ്രൈസ്. കാരണം വെച്ചാൽ ഈ ഒരു ഇവിടുത്തെ ഈ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഈ ഒരു താഴെ സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഇവിടെ താഴെ. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റ് 161.80% താഴെ ഇവിടെ സപ്പോർട്ട് ഇതും ഒക്കെ സപ്പോർട്ട് സിസ്റ്റം പോലെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് വേണം താഴേക്ക് ഡൗൺ സൈഡ് പ്ലേ ചെയ്യാനുള്ളത്. കാരണം വെച്ചാൽ എൻഡിങ് ലൈനിൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് സഡൻ ബൗൺസ് വരാനുള്ള ചാൻസസ്